കശക്കിയ വിധം പൊന്മള ഉസ്താദിന്റെ വാക്കുകളിൽ. മഹാനവറുകളുടെ അപാരമായ ബുദ്ധിയും യുക്തിയും അതിലുപരി അല്ലാഹു തആല കൊടുത്തൊരു തൗഫീഖുമാണ് മഹാനവറുകൾക്കുള്ളത്. ഓരോ ചോദ്യത്തിന് ആ ചോദ്യം വരുമ്പോൾ ഇതിന് എന്ത് മറുപടി പറയും എന്ന് സ്റ്റേജിലുള്ള എല്ലാവരും കൂടി കാത്തിരിക്കുന്ന സമയത്ത് ആരും ഓർക്കാത്ത മറുപടിയായിരിക്കും മഹാനവറുകൾ പറയുക. പ്രസംഗത്തിൻ്റെ ഭാഗമായുള്ളത് തഖൂനുൽ വസിയ്യത്താണ്. അതിൽ ഫർള് മാത്രം അറബിയിൽ പറഞ്ഞ് ബാക്കിയുള്ളത് മാതൃഭാഷയിലായിക്കൂടെ എന്നാണ് അഹമ്മദ് വക്കീലിൻ്റെ ചോദ്യം. അതിൻ്റെ മഹാനവറുകൾ പറഞ്ഞത് തഖൂനുൽ വസിയ്യത്ത് മുഴുവൻ ഫർളാണ്, അതിൽ പിന്നെ സുന്നത്തായൊരു ഭാഗം അനുബന്ധമായൊരു ഭാഗം ഇല്ല. അതുകൊണ്ട് തഖൂനുൽ വസിയ്യത്ത് മുഴുവൻ ഫർളായതുകൊണ്ട് മുഴുവനും അറബിയിൽ തന്നെ ആകണം എന്ന് പറഞ്ഞപ്പോൾ അഹമ്മദ് വക്കീലിൻ്റെ ചോദ്യം, എന്നാൽ അത്തിയുല്ലാഹ പറഞ്ഞാൽ മതിയാകും എന്ന് ഫിഖ്ഹിൻ്റെ കിതാബിൽ ഇല്ലയോ മുസ്ലിയാരെ? മതിയാകും, അത് ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ അത്തിയുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുത്ബയുടെ 3 റുക്നുകൾ പൂർത്തിയായി എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇതിനെന്ത് മറുപടി പറയും? പൂർത്തിയായി എന്ന് പറഞ്ഞാൽ പിന്നെ പറയുമെന്ന ബാക്കിയുള്ളത് അനുബന്ധങ്ങളാണ്. പൂർത്തിയായില്ലെന്ന് പറയാൻ ഒക്കുമോ? അത്തിയുല്ലാഹ മാത്രം പറഞ്ഞാൽ ഫർള് വീടുമെന്ന് ഉണ്ടല്ലോ. മഹാനവരുടെ മറുപടി, അടുത്ത് എന്തിലേക്ക് പ്രവേശിക്കുന്നു അതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പൂർത്തിയായെന്നോ ആയില്ലെന്നോ പറയാൻ പറ്റില്ല. അപ്പം മുസ്ലിയാരെ അത് എപ്പോഴാണ് ഇനി പറയാൻ പറ്റുക? അടുത്ത് 4ാമത്തെ റുക്കനായ ആയത്ത് ഓതുന്നതിലേക്ക് പ്രവേശിച്ചാൽ മനസ്സിലായി 3 റുക്കന് പൂർത്തിയായി എന്ന്. അല്ല, തുടർന്ന് ഇതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ അപ്പം മനസ്സിലായി ഇത് പൂർത്തിയായിട്ടില്ല എന്ന്. അപ്പം അഹമ്മദ് വക്കീലിൻ്റെ ചോദ്യം, എന്നാൽ ഇങ്ങനത്തെ ഒരു മസ്അല ഇതല്ലാതെ വേറെ ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഷാഫി ഫിഖ്ഹിൽ ഒരുപാട് മസ്അലകളുണ്ടല്ലോ. ഉടനടി മഹാനവറുകൾ പറഞ്ഞു, അതൊന്നും നേരത്തെ ചിന്തിച്ചു വെച്ചത് ചോദ്യങ്ങളുമല്ല മറുപടിയുമല്ല. ഉടനെ പറഞ്ഞു, ഒരാൾ ഫോട്ടോ വരയ്ക്കുകയാണ്. ഫോട്ടോ വരയ്ക്കുമ്പോൾ കൈ കൊണ്ടാണ് വര തുടങ്ങിയത്. തല മുതൽക്കല്ല, കൈ മുതൽക്ക് വരക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. കൈ മാത്രം വരച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഫോട്ടോ വരയ്ക്കുന്നത് ഉണ്ടാക്കുന്നത് പറ്റുകയില്ലേ? ഹറാമോ ജായിസോ എന്ന് ചോദിച്ചാൽ പറയാനായിട്ടില്ല എന്നാ മറുപടി. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഭാഗം കൂടി വരച്ച് പൂർത്തിയാക്കിയാൽ ഹറാമാണ്. അപ്പം ഈ കൈയടക്കം വരച്ചത് ഹറാമിൽപ്പെടും. ഇല്ല എങ്കിൽ അതുകൊണ്ട് മതിയാക്കുകയാണെങ്കിൽ ഇല്ല, കുഴപ്പവുമില്ല എന്ന് പറയാം. അഹമ്മദ് വക്കീൽ ഇതിനെ തുടർന്ന് പിന്നൊരു ചോദ്യം ചോദിക്കാൻ അയാൾക്ക് ഒരു ഗ്യാപ്പുണ്ടായില്ല. ഈ അനിതരമായ പ്രതികരണ പാടവത്തെക്കുറിച്ച് ഹസൻ മുസ്ലിയാരുടെ കൂടെ സുന്നി പക്ഷത്ത് വാദം നടത്തിയിരുന്ന പ്രസിദ്ധനായ വക്കീൽ KMC കുറുപ്പ് ഒറ്റപ്പാലം അവർകൾ അനുസ്മരിക്കുകയുണ്ടായി. ഹസൻ മുസ്ലിയാരെക്കുറിച്ച് പറയുമ്പോൾ വക്കീൽ സാറിന്റെ മുഖം പ്രസന്നമാകുന്നു. അഭിമാനബോധത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. എത്രയും ചോദിച്ചോളൂ, പറയാനേറെയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഞാൻ ഇവിടെ പ്രാക്ടീസ് ആരംഭിച്ചിട്ട് സുമാർ 55-56ഓളം കൊല്ലമായി. ഈ കാലത്തിനിടയിൽ ദൈവസഹായത്താലും നാട്ടുകാരുടെ സഹായത്താലും സിവിൽ ക്രിമിനൽ ഭാഗങ്ങളിൽ എനിക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ 100 കണക്കിന് ആൾക്കാരെ അറിയാനും പരിചയപ്പെടാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ അറിയുന്നതും പരിചയപ്പെടുന്നതുമായ ആൾക്കാരിൽ ഒരു മായാട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് പോകുന്നവർ വളരെ കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെയുണ്ട് പോവും. എന്നാൽ അസം മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച അല്പം വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹമായി പരിചയപ്പെട്ടാൽ അദ്ദേഹത്തിനെ മറക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. അത് ഒരു വക്കീൽ എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടണു, അവരായിട്ട് പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാവണു. കക്ഷി എന്ന നിലയ്ക്ക്, സാക്ഷി എന്ന നിലയ്ക്ക്, എതിർകക്ഷി എന്ന നിലയ്ക്ക് പല നിലയിലും നമ്മൾ അവരായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നുള്ളൂ. ഞാൻ ഈ അസം മുസ്ലിയാരായിട്ട് പരിചയപ്പെടുന്നത് സുമാർ 40-45 കൊല്ലമായിട്ടും കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് മലബാറിലെ ഈ മുജാഹിദ് പ്രസ്ഥാനം കുറേശ്ശെ പൊന്തി വരുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടപെട്ട ആൾക്കാരും വാക്താക്കളായിട്ടുള്ള ആൾക്കാരും
സുന്നി വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ ആശയപരമായ ഭയങ്കരമായൊരു സംഘടനയായിരുന്നു. ഏറ്റവും പ്രധാനമായത് ജുമാ പ്രാർത്ഥനയിലുള്ള ആ ചടങ്ങുകളെ സംബന്ധിച്ച് ഫർളുകൾ എന്ന് പറയുന്നല്ലോ, ആ ഫർളുകളെ സംബന്ധിച്ചോളം അവശ്യ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യത്തിലാണ്. ഈ വെള്ളിയാഴ്ചയുള്ള ജുമാ പ്രാർത്ഥനയിൽ പ്രധാനമായ 5 ഫർളുകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. ഹംദ്, സലാത്ത്, വസ്യത്ത്, ആയത്ത്, ദുആ. ഇതിൽ ഏറ്റവും പ്രധാനമായ തർക്കമുണ്ടായിരുന്നത് വസ്യത്തിനെ സംബന്ധിച്ചാണ്. വസ്യത്ത് ഒരു പ്രസംഗം മാത്രമാണെന്നും സമകാലികമായ സംഗതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസംഗം എന്ന നിലയിൽ അത് മലയാളത്തിൽ വേണമെന്നുമാണ് മറുഭാഗക്കാർ ചടിച്ചിരുന്നത്. എന്നാൽ അത് ഒരു പ്രസംഗമല്ലെന്നും പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിച്വൽ എന്ന് പറയും, RITUAL, റിച്വൽ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും അതുകൊണ്ടത് അറബിയിൽ തന്നെ വേണമെന്നും ആണ് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നത്. ആ കാര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളിയഞ്ചേരിയോ പള്ളിയോ അങ്ങനെ അതൊരു പള്ളിയാണ് ആദ്യമായൊരു കേസ് ഉണ്ടായത് പെരിന്തൽമണ്ണയാണ്. ആ കേസിൽ അസം മുസ്ലിയാരെ ഞാൻ വിസ്തരിക്കേണ്ടായി. ആ കാലഘട്ടത്തിനോടടുത്താണ് അസം മുസ്ലിയാർ ഇവിടെ വരാനും, അന്ന് അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട് അറബിക് കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം ഇവിടെ വരാനും പരിചയപ്പെടാനിടയായി. ആ കേസിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് മണിക്കൂറുകളോളം ഇത് ചർച്ച ചെയ്ത് പഠിച്ച് അത് സ്വായത്തമാക്കിയത്. അറബി അറിയാത്ത എന്നെ അറബി പഠിപ്പിച്ച് അദ്ദേഹം മനസ്സിലാക്കി തരികയും അറബി അറിയുന്ന ഒരാൾ കൈകാര്യം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടത്താനുള്ള കഴിവേക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു. ചുരുക്കത്തിൽ എതിർഭാഗം വന്നൊരു മുസ്ലിം ഞാൻ എതിർവിസ്താരം ചെയ്ത സമയത്ത് അദ്ദേഹം പദപ്രയോഗത്തിൽ നടത്തിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും അത്ഭുത സ്തബ്ധരാവാണ് ഉണ്ടായത്. കാരണം അതിൻ്റെ കഴിവായിരുന്നില്ല, അത് അസം മുസ്ലിയുടെ കഴിവായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിച്ചാൽ നമ്മൾ വാദിച്ചു ഇത് അറബിയിൽ തന്നെ വേണം, അപ്പോൾ അറിയാത്ത ഭാഷയിൽ എന്താ അതിൻ്റെ ആവശ്യമെന്നായിരുന്നു മറ്റവരുടെ വാദം. പക്ഷെ അതിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഭാഷ അറിയില്ലെങ്കിൽ പോലും ഈ ഭാഷയിൽ തന്നെ വേണമെന്നൊരു നിർബന്ധമാണ്. ആ ഭാഷ അറിയുമോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വശത്തേക്ക്. ചുരുക്കത്തിൽ അതിൽ ദീർഘമായ ആർഗ്യുമെൻറ്റും എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാദം പരിപൂർണമായും കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതിന്മേൽ അപ്പീൽ സ്ഥിരപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതേപോലെ 3 കേസുകളിൽ, ഒന്ന് കാരക്കാടോ ഏതൊരു പള്ളി, കാരക്കുന്ന് ഒരു പള്ളി മഞ്ചേരിയിലും മറ്റൊരു പള്ളിയുടെ കേസ് തിരൂരും ഉണ്ടായിരുന്നു. ഈ 3 കേസുകളിലും എനിക്ക് അസമസ്യരായിട്ട് ഇടപഴകാനും അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എന്ന് തന്നെ പറയട്ടെ, ആ ശിക്ഷണം കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യമെടുത്താൽ അത് വാശിയോടുകൂടി നടത്തും. അതിൽ കുറച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിപരമായ ബന്ധമായി മാറും. ഒരു ഫോർമലായിട്ടുള്ള ഔപചാരികമായ ഒരു വക്കീല കക്ഷി എന്നുള്ള ബന്ധത്തിൽ കവിഞ്ഞ്, അല്ലെങ്കിൽ വക്കീല സാക്ഷി എന്ന ബന്ധത്തിൽ കവിഞ്ഞ് അതൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാവും. അങ്ങനെ ആ കാലത്ത് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ കഴിവുകൾ, ഒരു കാര്യം ഏറ്റെടുത്താൽ ഒരറ്റത്തവിടെ കൊണ്ടുപോയി കെട്ടും. ആ കഴിവ് എന്നുള്ളവർക്കില്ല. അന്ന് അസം മുസ്ലിയാരുടെ ഞാനുമായിട്ട് ആ ഒരു 1-2 കൊല്ലത്തോളം ഉള്ള കാലം ഈ 3-4 കേസ്